കിഴുവംകുളം ഗുരുദേവ ക്ഷേത്രത്തിൽ 25ാമത് പ്രതിഷ്ഠാ മഹോത്സവത്തിന് തുടക്കമായി. ആഘോഷങ്ങളുടെ പ്രചരണാർത്ഥം ശാഖായോഗത്തിൽ ഉൾപ്പെട്ടിരുന്ന ആദ്യകാല ശാഖായോഗങ്ങളെയും സമീപ ശാഖായോഗത്തെയും ഉൾപ്പെടുത്തി വിളംബര ജാഥ സംഘടിപ്പിച്ചു. കിഴുവംകുളം ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ SNDP മീനച്ചിൽ യൂണിയൻ വൈസ് ചെയർമാൻ സജീവ് വയല ഉദ്ഘാടനം ചെയ്തു. കാലുകുത്തിന്റെ 100ാം വാർഷികമാണ്. 1927 ഭഗവാൻ ഈ മണ്ണിലേക്ക് സന്നിധാനം ചെയ്തത്. അന്ന് ഇതുപോലെ ആയിരുന്നില്ല എവിടെയൊന്നും. ഇതുപോലെ വസ്ത്രം ധരിച്ചുകൊണ്ടല്ല അന്ന് നമ്മുടെ കാരണവന്മാർ ഭഗവാനെ സ്വീകരിച്ചത്. ഇത്ര മൈക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഇത്ര വാഹനങ്ങൾ കൊണ്ടോ അല്ല ഭഗവാനെ സ്വീകരിച്ചത്. എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ കിഴുവംകുളത്തെ അങ്ങോട്ട് പറയാനുള്ളത്, ആ 100ാം വാർഷികം, കാരണം 100ാം വർഷത്തിൽ കിടക്കുമ്പോൾ കിഴുവംകുളവും എടപ്പാടിയും പൂഞ്ഞാറും ഈ താലൂക്കുകളിലുള്ളതാണ്. അതിൻ്റെ പ്രാധാന്യമുണ്ട്. കാരണം ഭഗവാൻ എടപ്പാടി പ്രതിഷ്ഠ നടത്തിയതിന് 100ാം വാർഷികമാകും, പൂഞ്ഞാറ് പ്രതിഷ്ഠ നടത്തിയതിന് 100ാം വാർഷികവും, ഒപ്പം കിഴുവംകുളത്ത് ഭഗവാൻ സന്നിധാനം ചെയ്തതിൻ്റെ 100ാം വാർഷികവുമായി 2 വർഷം കൂടെ ഉള്ളൂ. അടുത്ത 2027 ജൂൺ 5-ാം തീയതിയാണ് 100ാം വർഷം. ഇതിലും ഭംഗിയായിട്ട് നമുക്ക് ഈ നാടറിഞ്ഞ് ആഘോഷിക്കുവാൻ അത് കഴിയണമെന്ന് എനിക്ക് പറയാനുള്ളൂ. തന്നെയല്ല, ഇന്നും കിഴുവംകുളത്തിൻ്റെ പ്രാധാന്യം പലർക്കും അറിയില്ല. ഇപ്പം കിഴുവംകുളത്ത് ഭംഗിയായിട്ട് ഭഗവാൻ അന്ന് വിശ്രമിച്ചിരുന്ന കസേരയും ആ കട്ടിലുമൊക്കെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഈ താലൂക്കുകളിലെ പകുതി പേർക്കും അറിയില്ല ഇങ്ങനെയൊരു വസ്തു ഇവിടെ ഉണ്ടെന്നുള്ളത്. ഭഗവാൻ ഇവിടെ സന്നിധാനം ചെയ്തതാണെന്ന് പോലും നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി TN ജഗന്നിവാസ് അധ്യക്ഷനായിരുന്നു. അതുകൊണ്ട് മാതൃശാഖയിൽ നടക്കുന്ന ഈ ജൂബിലി ആഘോഷ പരിപാടിയെ ധന്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ മറ്റ് ശാഖകളിൽ നമ്മുടെ ഈ സന്ദേശം അറിയിക്കുക കൂടിയാണ്. നമ്മുടെ ശാഖായോഗത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൂർവ്വകാല സ്മരണകൾ നാം പരിശോധിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ അഭിമാനകരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള, അതിന് നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള ഒരു പ്രവർത്തകരും ഒരു പ്രസ്ഥാനവുമായിരുന്നു നമ്മുടെ ശാഖായോഗം. ശാഖാ വൈസ് പ്രസിഡന്റ് EK ദിവാകരൻ സ്വാഗതവും വനിതാ സംഘം സെക്രട്ടറി മിനി സജീവ് കൃതജ്ഞതയും പറഞ്ഞു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ പ്രമോദ് നാരായണൻ, ജനറൽ കൺവീനർ CL പുരുഷോത്തമൻ, ശാഖായോഗം സെക്രട്ടറി TK ഷാജി എന്നിവർ സംസാരിച്ചു. മറ്റക്കര, ചെമ്പിളാവ്, കിടങ്ങൂർ ശിവപുരം ക്ഷേത്രം, പിറയാർ, കുമ്മണ്ണൂർ, കടപ്ലാമറ്റം, മാറിടം, തെക്കുമുറി, പുലയന്നൂർ, മയവട എന്നീ ഗുരുദേവ ക്ഷേത്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി തിരികെ കിഴുവംകുളം ഗുരുദേവ ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു. ഭഗവാന്റെ തിരുവുത്സവ ആഘോഷം നാടെന്ന് വിളിച്ചറിയിച്ചിട്ടുള്ള ഭഗവത് സമിതിയിലെ 25ാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവ വിളംബര ജാഥ 106ാം നമ്പർ കിഴുവംകുളം ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് വനിതാ സംഘം, കുടുംബയോഗങ്ങൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാവാർഷിക മഹോത്സവത്തിനോടനുബന്ധിച്ച് ക്ഷേത്ര ചടങ്ങുകൾ, പ്രതിഷ്ഠാവാർഷിക സമ്മേളനം, കാവടി ഘോഷയാത്ര, ഗുരുദേവ പ്രതിമ ഘോഷയാത്ര, മഹാപ്രസാദമൂട്ട്, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. ഏപ്രിൽ 9 പ്രതിഷ്ഠാവാർഷിക മഹോത്സവം സമാപിക്കും. i4u ന്യൂസ്, ഏറ്റുമാനൂർ.